നമുക്ക് ഈ കേസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചാലും. ഈ നാട്ടിലെ സാധാരണ തീഫിന് വരെ അറിയാം ഈ നാട്ടിലെ സമൃദ്ധനായ ഡിറ്റക്റ്റീവ് ആരാണ്. ഡിറ്റക്റ്റീവ് സുഖു. I want my box back. എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് ആ ബോക്സ്. ഫോർ ദ ടൈം ബിങ് ഞാൻ വേണേ കള്ളനെ കാണിച്ചുതരാം. ഇത് മറ്റേതുമല്ലോ ആണോ? പഴയതോ? ഓ ചുമ്മാ പണ്ടങ്ങാണ്ട് ഗംഗ എന്ന് പറയുന്നൊരു പെണ്ണാപ്പിളാരി തൂങ്ങിച്ചത് അതിനെ. ആ പെണ്ണ് മരിച്ച് കറക്റ്റ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം അതേ സ്ഥലത്താണ് അവളുടെ ഹസ്ബൻഡ് മരിച്ചു കിടന്നത്. നമുക്ക് ഈ കീ മൊബൈൽ ഒരാളെ കൊടുത്താൽ പോരായിരുന്നു? അങ്ങനെയാണ് അവർ വേഗം കണ്ടുപിടിക്കത്തില്ലായിരുന്നു. രണ്ടുപേർക്കും ആവശ്യത്തിന് പൈസ കൊടുക്കുന്നതാണ്. കുറച്ച് കഷ്ടപ്പെടട്ടെ കണ്ടുപിടിക്കേ. അണ്ണാ ഈ കേസ് നമുക്കൊരു വള്ളിയാവും. അല്ല ഈ ആകാശങ്കെന്ന് കേട്ടപ്പോഴേ ചെറിയൊരു പേടി. പ്രയത്തിൽ എന്താ മോഷണത്തെ കാര്യം? ആ അണ്ണൻ കൂടിയുണ്ട്, പിന്നെ എനിക്കെന്ത്, ഞാൻ കൂടി. സഹായ്, നമുക്കേ ഈ ഫോൺ അൺലോക്ക് ചെയ്യണം. ഈ ഫോൺ അൺലോക്ക് ആവുന്ന സെക്കൻഡിൽ കള്ളം നമ്മുടെ കയ്യില്ല. മനസ്സിലായോ? മനസ്സിലായോ? സഹായ് മനസ്സിലായോ? സഹായ് സഹായ് So nice. സായ് ഡോണ ഒന്ന് ഫോൺ എന്ത് ആ ഡോണൊന്ന് ഫോൺ എന്ത് ചെയ്യണ? ആ ഡോണൊന്ന് ഫോൺ എന്ത് ചെയ്യേ? എണീക്കടാ. 24 മിസ്സിക്കസ് 30 മിസ്സിക്കസ്. ആ സുകുമാരാ? സുഖമാണോ? हाँ टिकटिक सुगु सर. भाई ये फ़ोन को कितने मिलेगा? क्या फ़ोन है ये? तो सैमसंग का डोज का अच्छा सा फ़ोन है ना. केरला है. हाँ केरला है. बोलिए मुझे कितने का देगा? ये 500 1000 को दे दो. 500 भैया 500. 1000 का 500 को भैया. 1000 लास्ट 500 भैया. 1000 को दे दो. ഹലോ, ആരാണോ? ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരനോ? കണ്ടാലും തോന്നും. ആരാണോ? नहीं है ना, इसको तो बहुत अच्छा है. देख 1000 बोल 1000 का दे दो भाई. नहीं भैया 500 दे रहा हूँ मुली. 500 में क्या वे दारिद्र्यवासी है. നിക്കണോടാ കുൽക്കൗമി Excuse me. Indian detective, police agent, please.
ഫോൺ ചെയ്തോ. ഫോൺ എടുക്കട പട്ടി. നിൽക്കണോ? അണ്ണാ ഫോൺ നട. സായ് എടാ നീ എന്ത് പണി കാണിച്ചേ? എടാ ഫോൺ വന്ന തുമ്പല്ലേ? തുമ്പ് എന്റെ നെഞ്ഞിട്ടിപ്പോ തുളവിടാന് അങ്ങനെയുള്ളപ്പാ അണ്ണന്റെ സായ് എന്റെ അണ്ണന്റെ കുട്ടികളെയൊക്കെ ഒന്ന് നിർത്ത്. കൂടെ നിൽക്കുന്ന അവിടെ എത്തിച്ച് കാണിക്കാത്ത ആളുടെ കൂടെ ഞാൻ ഈ ജോലിക്കില്ല. പിന്നെ ഉമ്മായി കിട്ടിയ ഫോണ് ബംഗാളിക്ക് മറിച്ചു കൊടുക്കാൻ നിന്ന് നീ ആയിരിക്കും എത്തിക്സ് വരാം. ഒന്ന് പട. അണ്ണാ ആ കള്ളൻ ആ ഫോണ് വേണ്ടാത്തോണ്ടല്ലേ ആ റൂമിലെ ഉപേക്ഷിച്ചിട്ട് പോയെ. ആ അല്ല മാത്രമല്ല ഇനി നാളെ ആളത് വന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല. അതിന് ചോദിച്ചാൽ തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടോ? ഓ കള്ളനല്ലേ? നിന്നെ ആരാ ഡിറ്റക്റ്റീവ് ആക്കിയത്? നിന്നെ കൊണ്ട് 10 പൈസയുടെ ഉപകാരമില്ലല്ലോടോ സായി. അമ്മച്ചി ഇതോടെ നിന്റെ കവള് നീലിച്ചിരിക്കുന്നത്. അണ്ണ എന്തായാലും ഒരു പരിപാടി കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വാമപ്പ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ? എടാ സ്റ്റണ്ടിലൊന്ന് വാമപ്പ് ചെയ്യണം. എന്നെ കുഴഞ്ഞു പോകും. ചണ്ട് എന്റെ മാരെ കൊണ്ടൊന്നും പറയണ ആ തടിയെ അടിച്ചെന്റെ അണപ്പിൽ കളിക്കുന്നു. ഛേ, നിനക്കെന്നെ ഒരു എൻ്റെ പ്ലാനുകളെ കുറിച്ച് നിനക്കൊരു ഐഡിയ ഇല്ലല്ലോ. ശരിയാക്കി തരാം. അണ്ണ പണി ആ അണ്ണ ഞാൻ എന്റെ ഫോൺ അയാൾക്ക് എടുത്ത് കൊടുത്ത് തുമ്പ് പോയില്ല. കണ്ണന്റെ ഫോൺ अबे शाने चूतिया समझा क्या हम लोग को? ये उसका फोन नहीं है जिसका हम लोग ढूंढ रहे हैं. 2 दिन में वो सर्जरी से लौटे, तभी तक वो बॉक्स हमें नहीं मिलेगा. मुन्ना तेरा हालत ऐसा कर दूंगा कि महीने में तू खुद का शक्ल देख के परेशान हो जाएगा. समझा? याद रख, खाली 2 दिन है तुम्हारे पास. समझा? समझा. ഹലോ കുട്ടൻ എവിടെയാ? നിങ്ങളാരാ? എന്താ കുട്ടാ? കുട്ടൻ എനിക്കൊരു ഉമ്മ തരോ? അയ്യേ നിങ്ങൾ ചേട്ടൻ നാളെ ഞാനല്ല. എന്താ കുട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതേതാ നമ്പർ? ഹലോ മാഡം, ഇത് ഞാനാ മാഡം. എന്റെ പെട്ടി എവിടെടാ പട്ടി? നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചടാ? അയ്യോ മാഡം, എന്റെ മൊബൈൽ കളഞ്ഞു പോയി. ഇതിന്റെ പുതിയ നമ്പരാ മാഡം. കണമുണാന്ന് പറയാണ്ട് പെട്ടി എടുക്കാ. മാഡം, പെട്ടി ഞാൻ പൊക്കി, പക്ഷെ ആ പെട്ടി തുറക്കാനുള്ള താക്കോൽ ഞാൻ വേറൊരു ലോക്കറിൽ വെച്ചേക്കുക. എന്നാ ലോക്കർ തുറന്ന് ചാവി എടുക്കടാ. എടുക്കാം മാഡം, പക്ഷെ ആ ലോക്കർ തുറക്കാനുള്ള താക്കോൽ എന്റെ നിന്ന് മോഷണം പോയി. നീ ശരിക്കും കള്ളൻ തന്നെയാണാടാ? മാഡം, give me 3 days. അവനെ കൊന്നിട്ടാണെങ്കിലും ആ താക്കോൽ ഞാൻ കൈക്കലാക്കിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. 3 ദിവസം, 3 ദിവസം. അതിനുള്ളിൽ പെട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ബോംബെ നിന്ന് പിള്ളേരെ ഇറക്കും. അവര് പെട്ടിയും കൊണ്ടുവരും, നിന്നെയും തട്ടും. കേട്ടറാ ബെത്മാഷ്? ഓക്കെ മാം, ഓക്കെ. ഇതേ ഇതായിരിക്കോ? ഇതല്ലടാ, ഇത് തന്നെ സ്ഥലപ്പാ. Wherever you go, I am there.
ഇവന്മാരിത് എവിടെ കയറിയാ പോകുന്നത്? ഇവരെവിടെ കയറിപ്പോന്നേ? ഒരു മനുഷ്യനെ ഇത്ര ധീരമായി ഒരു സിറിഞ്ച് കൊണ്ട് നടക്കുന്ന അവനെ കൊല്ലാൻ. ഇത് എവിടേക്ക് വരികയാണ്? എങ്ങോട്ടേ കയറണ്ട. ലിഫ്റ്റ് പടി കൊടുക്കുന്നത് ഞാൻ കരുതിയോടാ. യെസ്, ഞാൻ ഡിറ്റക്റ്റീവ് സുഖു. ഇത് എൻ്റെ സഹായ്. ഒരട്ടം പറഞ്ഞാൽ മതി, മനസ്സിലാവും. അതെ, ഈ ഫോണൊന്ന് തുറക്കണം. ആൻഡ് യു, ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ. ഞാനിത് ആദ്യമായിട്ടല്ലേ തുറക്കുന്നത്. എടുക്കണേ. അസോസിയേഷനിലൊക്കെ പേരുണ്ട്. പിന്നെ ആദ്യത്തെ സാധനം ഇയാൾ തുറന്നിട്ടുണ്ട്. തുറക്കും ഇപ്പം. ഇങ്ങനെയാണോ ഒരു ഫോൺ തുറക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് തുറക്കാറ്. അണ്ണൻ പറഞ്ഞാ ഞാൻ എടുക്കണ. ആ കള്ളന്റെ ഫോൺ ആ മഹാഭാവി ആക്കി നോക്കിയാൽ. അന്ന് ഈ ഫോണിന്റെ അവസ്ഥ ഇങ്ങനെയായി. നിങ്ങൾ എന്റെ ഫോൺ കണ്ടിരിച്ചാ നിന്റെ കള്ളന്റെ ഫോൺ ഇവിടെ കയ്യാലെ തയ്യാറിരിക്കുക. അണ്ണ അങ്ങനെ പറ്റൂലെങ്കിൽ പറ, ഞാൻ കുളിക്കറിയോട് പറയാം. ചാവാ ഫോൺ നീ കുളിക്കുന്ന നിന്റെ കുളിക്കറേ സാധാ കുളിക്കറി നിന്റെ ഫോൺ കണ്ടുപിടിച്ച് തരാൻ. സാധാ അണ്ണാ ഇയാൾ വേണം വെള്ളാറെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും കിടക്കട്ടെ പോവാ. അണ്ണാ എനിക്കൊരു ഐഡിയ. ആ ഇവനെ ചുമക്കാനുള്ള ഐഡിയ അതങ്ങ് ദൂരത്ത് കളഞ്ഞാൽ മതി. ഒന്ന് പറയുന്നത് കേൾക്കണ. നമുക്കേ ഇയാളെ കൂടി ഡോണിന്റെ അടുത്ത് പോകും. അതാ എന്നിട്ട് പറയാം നമ്മൾ സാഹസികമായി കള്ളനെ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ അന്വേഷണം കോപ്പി അടിച്ച് കള്ളനെ പിടിക്കാൻ കുൽക്കർണി നമ്മുടെ പുറകെ വരുന്നു. പിന്നെ കുൽക്കർണി അണ്ണനെ പോലെ അഭ്യാസി അല്ലാതെ കൊണ്ട് കള്ളൻ കുൽക്കർണിയോട് മർമ്മഭാഗത്ത് അടിച്ചു വീഴ്ത്തുന്നു. അണ്ണൻ അഭ്യാസി ആയതുകൊണ്ട് കള്ളൻ അണ്ണനെ കണ്ട് പേടിച്ചോട് രക്ഷപ്പെടുന്നു. ഇത് ഞാൻ രണ്ട് മസാലയും കൂടി ചേർത്ത് ഡോണിനോട് പറഞ്ഞ അണ്ണന്റെ റേഞ്ച് എന്താ? എന്റെ മുത്തുകൃഷ്ണ, ഇംഗ്ലീഷ് അറിയാതെ നീ എന്തിനാടാ അമേരിക്കയിലേക്ക് പേര് വയ്ക്കാൻ പോയി? ബോസ്, ഞാൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ അയച്ചത്. അതാ വന്നാ അതിപ്പോ എന്റെ കുഴപ്പമാണോ? അമേരിക്കക്കാർക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അറിയാം. ഇന്ന് നീ പോക്കിക്കോ. നമുക്ക് ശക്തിയില്ലാതെ അണ്ണാ നമുക്ക് സ്ഥലം മാറിയാ ശരിയാണല്ലോ. അയ്യോ, അതെ, ഈ ഡോണിന്റെ ഓഫീസ് ഇത് തന്നെ. ദിവാകരൻ സുഖസാർ തേർഡ് ഫ്ലോറിൽ നിന്നൊരു ഒറ്റ ചാട്ടായിരുന്നു. ചാടി താഴെത്തും എഴുതുന്നത് കാണാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ഒരിക്കൽ രാജന്റെ മോൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഡാഡി ആരാണ്? എന്ത് പറഞ്ഞു? സാർ, ഭീമന്റെ എക്സ്റേ റിപ്പോർട്ട് കിട്ടി. തെളിയിക്കത്തൊന്നുമില്ല. എല്ലാവരും ഉണ്ടല്ലേ? എന്തിനാണ് ഫിറ്റാണ്? കള്ളനെ കാണാൻ എങ്ങനെയുണ്ട്? കള്ളനെ കണ്ട കള്ളനെ പ്രത്യേകിച്ച് ഇതല്ലേ പിന്നെ അത് കള്ളനെ പുറമേ പിടിക്കും. ഇനി ഒരുപാട് വൈകില്ല. കാരണം ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. അത് അവളൊരു വെപ്രാളം അല്ലേ? പിന്നെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. സാർ, സൂര്യയുടെ നമ്പൂതിരി ശിഷ്യന്മാരും വൈകുന്നേരം 6 മണിക്ക് എത്താന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ആവൂ,
നമ്പൂരിയൊക്കെ അല്ല പൂജ എങ്ങനെ മനസ്സിലായി ഡോണ് പുറത്ത് തീർന്നതിന് ഉറക്കേ ഇല്ല. രാത്രിയിൽ ആകാശങ്ങൾ വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എടാ വിക്രമ, നീ അതിനെ അത്ര സിമ്പിളായി കാണുമൊന്നും വേണ്ട. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ ഒരു ദുസ്വപ്നം. ഞാൻ എന്നും കാണും. Yes, I am a son of കുൽക്കി സർവത്തുകാരൻ. പാവം. അല്ല, നമ്മളെ പെട്ടിമോട്ടിച്ച് ആകാശം ഇങ്ങനെ പാറ്റിയതാണല്ലോ. അത് ചിലപ്പോ ആകാശം ഇഷ്ടപ്പെട്ടു കാണുന്നത്. ഈഗോ. My biological name is കുഞ്ഞാപ്പു. കുഞ്ഞപ്പോ കുഞ്ഞപ്പോ എല്ലാവരും കിട്ടിയോ? നിങ്ങളെ കള്ളന്റെ ഫോൺ തുറന്നാ. ആ എവിടെ ഫോണൊക്കെ കയ്യിലുണ്ട്. അല്ല ഞാൻ വിചാരിക്കരുതേ, ഈ നമ്മളിപ്പോ സംഘടന സമയത്ത് കള്ളന്റെ മോഹൻ കണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഫോൺ തുറക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഫോണുണ്ടോ കൈ? ഫോണുണ്ടോ കൈ? വീണ്ടുണ്ടോ കൈ? ചേച്ചി ദേഷ്യപ്പെടല്ലേ, ചേട്ടൻ നാട്ടിൽ പോയി. ഇപ്പൊ കുട്ടൻ വരുവാണേ നമുക്കൊന്ന് പ്ലാൻ ചെയ്ത പോലെ ഒക്കെ ചെയ്യാം. എവിടെയാ വീട്? 37A സിക്ക, കമ്മ്യൂണിറ്റി 312. ഫോൺ തന്നെ അൺലോക്ക് ആവുന്നു. തന്നെ ലോക്ക് ആവുന്നു. അതിനർത്ഥം ഈ കേസിന്റെ പുറകില് ഒരു അമാനുഷിക ശക്തിയുടെ ഇടപെടലുണ്ട്. എന്നാ ഈ അമാനുഷിക ശക്തി എന്ന് പറയുമ്പോ നമ്മുടെ ഈ നരസിംഹത്തിലെ മോഹൻലാലിനൊക്കെ പോലെ. ഏതാ നരസിംഹത്തിലെ മോഹൻലാൽ? Turn left and walk straight for 100 meters. Don't look up. Please turn left now. Your destination is 5 minutes ahead. എടാ നരസിംഹം അല്ല, പ്രേതം. നിനക്കെന്താ പ്രേതം എന്തോ പേടിയില്ലാത്ത? എന്റെ പൊന്നാ, പ്രേതന്റെ ഒന്നും ചെയ്യില്ല. അതെ, എന്റെ അരയിലേ ഒരു സാധനമുണ്ട്. അതെല്ലാവർക്കും ഉള്ളല്ലേ? അണ്ണാ, എന്റെ അരയിലേ ജപിച്ച് കിട്ടിയ നൂല്. സായ്, ഈ നൂല് നല്ല നീളമുണ്ടോ? Do not circle around. Turn right and walk straight. Your destination is nearby. Not your type. സായ്, ഈ നൂലിനെ നല്ല നീളമുണ്ടോ? അന്ന് എനിക്കൂടെ നീളമുള്ളത്. ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞാലോ പകുതി പൈസ നിനക്കാ. ആ ഓർമ്മയുണ്ടായിരിക്കും. അതിനാണ് ഒരു ചരട്. ഇതില്ല എന്താ അമ്മ കിട്ടിച്ചോ? ഞാൻ തരില്ലോ. ഞാൻ അമ്മൊന്നും നാട്ടിലുള്ളേ. നിനക്ക് കിട്ടുന്ന പകുതി അമ്മക്കും കൊടുത്ത പകുതി, വളരെ ശാന്തിക്കും കൊടുത്ത പകുതി. അതെ ചമ്പരെ. ഏതോ വലിയ പുള്ളിയാ കണ്ടല്ലേ, സ്ലോ മോഷൻ ഇങ്ങനെ നടന്നു. എന്താ പരിപാടി? ഒന്നുമില്ലടാ, ബോസിന്റെ കൊട്ടേഷൻ ഒരു പെട്ടി കാക്കാം. കോട്ടക്കര ടൗൺ ബാങ്കിന്റെ ലോക്കർ പുഷ്പം പോലെ അരിച്ചു പറ്റും. നിനക്ക് ഇതൊരു ടാസ്ക് ആന്ന് പറഞ്ഞാൽ അല്ല, പക്ഷെ എനിക്ക് മുന്നേ ആ പെട്ടി വേറൊരുത്തൻ കട്ടോണ്ട്. എടാ മോനെ സഹായി, നമുക്ക് ഈ പൈസ കിട്ടിട്ട് വേണം ആ പന്ന ഷെയറിംഗ് റൂമെന്ന് മാറാൻ. അതിന് ആദ്യം ആ ഫോൺ ഇടണം. അത് വിട്, അത് കുറച്ച് കോംപ്ലിക്കേറ്റാ. നിന്റെ കാര്യം എന്താ? കൊട്ടേഷനാ, ഒരാളെ തട്ടണം. ആളാരാ? ഇയാളറിയോ? ഇത് ഡോൺ ഡിക്രൂസ് അല്ലേ? നിനക്ക് ആളറിയോ? ഇയാളുടെ പെട്ടി ഞാൻ കേൾക്കണ്ടേ? അയ്യോ, ഒരു കാര്യം, നീ എൻ്റെ കൂടെ പോടും. നിന്റെ പെട്ടി കണ്ടുപിടിക്കാൻ ഞാൻ നിന്റെ കൂടെ പോടും. എന്ത് പറയുന്നു? ഇത് ആലോചിക്കാൻ ഒന്നുമില്ല. അല്ല നിനക്ക് ഒരു കാര്യം ചോട്ടെ,
അല്ല ഈ കൊട്ടേഷൻ ആരാ വന്നെ? ആരെയും അറിയില്ല, പേര് പറയും. പക്ഷെ ഒരു കാര്യം, ഈ ഡിക്രൂസിന്റെ കൂടെ തന്നെയുള്ള ആളാണ്. എടാ ഉറപ്പ്. എടാ നിന്റെ ഫോണ് കണ്ടുപിടിച്ച് തന്നിരിക്കും ഞാൻ. എടാ ഫോണ് കട്ടുകൊണ്ട് പോയത് എൻ്റെ മുന്നിലുണ്ടായിട്ട് ഞാൻ പിടിക്കാത്തൊന്നുമില്ല. മുന്നിലുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലും Armeni is waiting for you. Please walk. നമുക്ക് നാളെ കാണാം. ഇന്ന് എനിക്ക് വേറൊരു കൊട്ടേഷനാണ്, ഞാൻ വരാം. വേണ്ട, ഇത് ഞാൻ ഒറ്റ ഡീൽ ചെയ്യേണ്ട പരിപാടിയാണ്. ഓ മോൺസ്റ്റർ. അപ്പം ഞാൻ ആലോചിക്കാനൊന്നുമില്ല. വാ ദേവാ, ഇരുടായി പെട്ടെന്ന് വീട് പിടിക്കാം. നമുക്ക് എന്നെ കാണാം. ഓക്കെ 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 ഓക്കെ. ടൈഗർ ബോംബിന് വില കൂടിയ സാധാരണ ഡിക്റ്റേറ്റീവ്സൊക്കെ എങ്ങനെ ജീവിക്കും? എന്നാലും എന്നെ ആക്രമിച്ചവരാരായിരിക്കും? ഇവന്മാരായിരിക്കോ? ഇവന്മാര് തന്നെ. സഹായി, നമ്മൾ ഈ കേസ് തെളിയിക്കേണ്ടത് ആകാശഗംഗയുടെ കൂടെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആകാശഗംഗ ആ കള്ളനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വരും. എന്താ എന്താ ഇങ്ങനെ ഫോണിൻ്റെ ഒരു ചെറുപ്പം പോടാ. എപ്പം നോക്കിയാലേ ഫോണ് ഫോണ് ഫോണ്. സഹായി മണ്ടന്മാർ. ഹലോ, അത് ചേട്ടാ, ചേട്ടാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ടോ? ലാപ്ടോപ്പ് കിട്ടിയാലേ ഞാൻ വിളിക്കും. ഞാനേ വേറൊരു കള്ളനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഓ വിളിക്കാം. ഫുൾ ഓടാ ഞങ്ങൾ. അപ്പൊ അതിനേക്കാളും ഓടിയ സ്പീഡും ജെറ്റ് വിട്ടേ പോന്നെ. ഒരു ചെറിയ കള്ളനായത് എന്തോ കിട്ടോ. അങ്ങനെ നമുക്കൊരു നന്നായിരുന്നു സാർ ഒത്തു പിടിച്ചാലാ. ഓ എവിടെ കിട്ടും അറിയില്ല. കുറച്ച് അങ്ങോട്ടേക്ക് മാറിയില്ലേ, ഏതെങ്കിലും ഷോപ്പുണ്ട് നോക്കാം. അവനെ ഇങ്ങോട്ട് പോയെന്ന് ഭയങ്കര ഇതേടാ. പോ, ഞാൻ വിളിച്ചിട്ട് കാലങ്ങ് പിഴുതു പോയത്. ഓ ഭൈ എവിടെ ചോദിക്കാം. भैया ये मलनारे शरबत कड़ा है. മലയാളി കടയിൽ കയറി നാറി ഉണ്ടോ ചോദിക്കുന്നത്? നന്നാറി തോരടാ, നിനക്ക് താഴ്ചാവുന്ന നിനക്ക് തീരെ സ്റ്റാമിന ഇല്ല കേട്ടാ. നിന്റെ സ്റ്റാമിന ഇപ്പം ഞാൻ കണ്ടായിരുന്നു. ഇപ്പം നിന്റെ വായിന്ന് വന്ന പത തൂത്തുകളാ. തോറ്റ് വേറെ ആളെ കുറ്റം പറ. എൻ്റെ പൊന്നെണ്ണം നിങ്ങളല്ലേ മെയിൻ. ഞാൻ നിങ്ങളുടെ അസിസ്റ്റൻ്റ് അല്ലേ. നാളെ ഒരു ചേസ് വന്നാലാ, പൊട്ടൊരു സ്റ്റണ്ട് വന്നാലാ, നിങ്ങളെങ്ങനെ പിടിച്ചേക്കുക? ആദ്യം ഈ ശരീരമൊക്കെ ഒന്ന് ശരിയാക്കി. കുറച്ച് ആരോഗ്യമുള്ള ഏതെങ്കിലും ഡിറ്റക്റ്റീവ് ആണെങ്കിലേ കള്ളം നമ്മുടെ കൂടെ ഇപ്പം ഇരുന്ന് ഇവിടെ സർവത്ത് പിടിക്കുന്നുണ്ട്. ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്ക്. വയറ് കുറക്കാനുള്ള ഏജം ചെറുതാ പോരെ, ചെറുപ്പം എൻ്റെ പേരും പറയാം. ഇതാ അപ്പോഴേക്ക് ജിമ്മിൻ്റെ ആട് എത്തി. ഫിറ്റ് ജിം അണേ നല്ല ജിമ്മാവ് തോന്നേട്ടാ. നമുക്കിൻ്റെ റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചാലാ. അണ്ണതേ നോക്കിയ 6 pack ഒക്കെ ഉണ്ട്. അണ്ണ ഇതുപോലൊക്കെ ആയാലുണ്ടല്ല പൊളിക്കും. എന്താന്നാ ചിരിക്കണ്ടല്ല. എന്താ കിട്ടിയടോ? കള്ളനെ കിട്ടി ഓനെ.